കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീച്ചിൽ നിന്നും തിരിച്ചെത്തിയ സുധീഷ് സുഭാഷിന്റെ കൂടെ ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചോ എന്നവൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് സുധീഷ് പറയാണ്. സുഭാഷ് അവനെ ഒന്ന് നോക്കുമ്പോഴേക്കും അല്ല കഴിച്ചു എന്നവനും പറയുന്നുണ്ട്. പോക്ക് കണ്ടപ്പോഴേ ഇന്ന് എല്ലാം പറഞ്ഞിട്ടേ വരൂ എന്നാ ഞാൻ കരുതിയേ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും അവൻ സമയമായില്ലെന്ന് തോന്നിക്കാണും. സമയമാകുമ്പോൾ അവൻ തന്നെ പറഞ്ഞോളും എന്ന് സുഭാഷ് ചേട്ടനും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് പൊട്ടിക്കരയാൻ തുടങ്ങുന്നുണ്ട്. സുഭാഷ് അത് കണ്ട് അവന്റെ നെറുകയിൽ തലോടാണ്. സുധീഷ് അപ്പോഴേക്കും സുഭാഷ് ചേട്ടനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. അത് കണ്ട് നികേഷും ഹരീഷും അവരെ ചേർത്ത് പിടിച്ച് അവരുടെ അടുത്തേക്ക് കിടക്കാണ്. രാവിലെ ആകുമ്പോൾ ഹരീഷും നിധിയും സോഫയിലിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അവിടെ ടേബിളിലിരിക്കുന്ന ഹരീഷിനെ സുഭാഷ് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എടാ ഭക്ഷണം കഴിച്ചിട്ട് പോണേ എന്ന് ഹരീഷിനോടായി പറഞ്ഞുകൊണ്ട് മോളെ ഉച്ചയ്ക്ക് ചോറും ചിക്കൻ കറി ഉണ്ടാക്കട്ടെ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ചോദിക്കണോ സുഭാഷ് ഏട്ടാ, അങ്ങോട്ട് ഉണ്ടാക്ക് എന്ന് നികേഷും പറയാണ്. അപ്പോഴേക്കും സുധീഷും അങ്ങോട്ട് വരുന്നുണ്ട്. അവൻ ടെൻഷനോടെ നിധിയെ നോക്കുമ്പോഴേക്കും നിധിയും പെട്ടെന്ന് മുഖം തിരിക്കാണ്. നികേഷും സുഭാഷ് ചേട്ടനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷും ടെൻഷനോടെ അടുക്കളയിലേക്ക് ചെന്ന് മുഖവും കഴുകി സോഫയിൽ വന്നിരിക്കുന്നുണ്ട്. അവന്റെ ഇരിപ്പ് കണ്ട് സുധീഷെ നിനക്ക് സുഖമില്ലേ എന്ന് സുഭാഷ് ചേട്ടൻ ചോദിക്കുമ്പോൾ ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് സുധീഷും പറയാണ്. തലവേദന എടുക്കുന്നുണ്ടോ എന്ന് സുഭാഷ് ചേട്ടൻ ചോദിക്കുമ്പോൾ ഇല്ല എന്നവൻ വീണ്ടും പറയാണ്. എങ്കിൽ ശരി ഞാൻ ചെന്ന് ചായ എടുത്തിട്ട് വരാം എന്ന് സുഭാഷ് ചേട്ടൻ പറയുമ്പോൾ ചായ ഒന്നും വേണ്ട സുഭാഷ് ചേട്ടാ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പോഴേക്കും നികേഷും നിധിയോടായി ഇന്നലെ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ലായിരുന്നു എന്നവൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏട്ടത്തേനാണോ ഓടിച്ചേ എന്നവൻ ചോദിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഞാനാ ഓടിച്ചേ എന്നവൾ പറയുമ്പോൾ എന്നാലും കുഴപ്പമില്ല, സുധീഷ് ചേട്ടനെയും പുറകിലെത്തി ഏട്ടത്തി ഇത്ര ദൂരം വണ്ടി ഓടിച്ചില്ലേ എന്നവൻ പറയുമ്പോൾ ഇനിയിപ്പോൾ ഓഫീസിലേക്കും വണ്ടി എടുത്ത് പോവാലോ എന്ന് ഹരീഷ് പറയുമ്പോൾ ലൈസൻസ് ഇല്ലല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട്. അതിന്റെ കാര്യം സുധീഷ് നോക്കാന്ന് പറഞ്ഞില്ലേ എന്ന് അവളോടായി പറഞ്ഞുകൊണ്ട് സുധീഷേ നീ അവളുടെ ലൈസൻസിന്റെ കാര്യം ഒന്ന് പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണേ എന്ന് സുഭാഷ് ചേട്ടൻ സുധീഷിനോടായി പറയുന്നുണ്ട്. സുധീഷും ശരിയെന്ന് സമ്മതിക്കുമ്പോഴേക്കും നിധിയും ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഹരീഷും അവിടെ വന്നിരുന്ന് എന്താ സുധീഷ് ചേട്ടാ നിങ്ങൾ തമ്മിൽ ഉടക്കിലാണോ? ഏയ് അങ്ങനെയൊന്നുമില്ലടാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷും സുധീഷിനോടായി ഞാൻ ഇന്നലെ മുതൽ ചോദിക്കാനിരിക്കുകയായിരുന്നു. ഇന്നലെ വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് സുഭാഷ് ചേട്ടൻ പറയുമ്പോൾ ഏയ് എന്ത് പ്രശ്നം, ഒരു പ്രശ്നമില്ല സുഭാഷ് ചേട്ടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. അല്ല ഇന്നലെ വന്നത് മുതൽ നിങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ എന്ന് സുഭാഷ് ചേട്ടൻ പറയുമ്പോൾ അതിന് ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നല്ലേ ഉള്ളൂ സുഭാഷ് ചേട്ടാ, പിന്നെ ഞാൻ വേറെന്തോ കാര്യം ആലോചിക്കായിരുന്നു എന്നും പറഞ്ഞ് സുധീഷ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അത് കണ്ട് നികേഷും അല്ല സുഭാഷ് ചേട്ടാ എന്തോ കുഴപ്പമുണ്ട് എന്ന് സുഭാഷിനോടായി പറയുന്നുണ്ട്. സുധീഷ് അടുക്കളയിലെത്തി വെള്ളം എടുത്ത് കുടിക്കുമ്പോഴേക്കും നിധിയും കഴുകാനുള്ള ഡ്രസ്സുമായി അങ്ങോട്ട് വരുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ അവളെ നോക്കിക്കൊണ്ട് മോളെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സുഭാഷ് ചേട്ടൻ ചോദിക്കുമ്പോഴേക്കും ഇന്നലെ നിങ്ങൾ ബീച്ചിൽ പോയി വൈകിയല്ലേ തിരിച്ചു വന്നേ, അതിനിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോന്നാ സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നേ എന്ന് നികേഷും പറയുന്നുണ്ട്. ഇപ്പോഴല്ലേ സുഭാഷ് ചേട്ടാ എല്ലാവരും എഴുന്നേറ്റ്, അതുകൊണ്ടാ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ പിന്നാമ്പുറത്തേക്ക് തുണി കഴുകിയിടാൻ പോകുമ്പോഴേക്കും സുധീഷും അവളെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് സുധീഷ് അടുക്കള ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും നിധി തുണിയൊക്കെ കഴുകി വിരിച്ചിടാൻ തുടങ്ങിയിരുന്നു. അവൾ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി പോകാൻ ഒരുങ്ങുമ്പോഴേക്കും സുധീഷും അവളെ തടഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നവളോടായി ചോദിക്കുന്നുണ്ട്. ദേ വെറുതെ എന്നോട് അഭിനയിക്കാൻ നിൽക്കരുത്, വീട്ടിലാരോടും മിണ്ടാതെ ഒതുങ്ങി നിൽക്കുന്നത് കണ്ടല്ലോ എന്നവൾ ചോദിക്കുമ്പോൾ പ്ലീസ് പതുക്കെ പറയ്, എനിക്കാകെ എന്തോ പോലെ എവിടെ ഇരിക്കാനേ തോന്നില്ല എന്നവൻ പറയുമ്പോൾ നിങ്ങളുടെ ഫ്രോഡ് പരിപാടി അവരൊക്കെ അറിയുന്നു കരുതിയിട്ടാണോ എന്നവളും ചോദിക്കുന്നുണ്ട്. അവനൊന്നും മിണ്ടാതെ അവളെ നോക്കുന്നത് കണ്ട് ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ ചതി ഉള്ളിൽ വെച്ചാണ് നിങ്ങൾ ഈ വിവാഹം കഴിച്ചതെന്ന് അവരറിഞ്ഞാൽ അവർക്ക് തന്നെ നാണക്കേട്, നിങ്ങൾ കാരണം അവരെന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരും, അവരെന്റെ മുന്നിൽ നാണം കെടുന്നു എന്നൊരു കാരണം കൊണ്ട് മാത്രം ഞാനിപ്പോൾ ആരോടും ഇക്കാര്യം പറയുന്നില്ല, ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല, നിങ്ങളും പറയണ്ട, സത്യം മറച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് പ്രത്യേകം കഴിവുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ പാവം പോലെ നോക്കുന്നേ, ഇതൊക്കെ അറിയാതെ പറ്റിയതാണ് എന്ന് പറയാനാണോ, എല്ലാം നേരത്തെ ചെയ്തു വെച്ചിട്ട് എന്റെ മുന്നിൽ ഇങ്ങനെ കുറ്റബോധം കാണിക്കരുത്, നിങ്ങളുടെ ഉള്ളിൽ ഒരു തരിമ്പ് പോലും അതില്ലെന്ന് എനിക്കിപ്പോൾ അറിയാം, നിധി പ്ലീസ്, സത്യമായിട്ടും ID കാർഡ് കൊടുത്തത് എനിക്ക് ഓർമ്മയില്ല, ഒരിക്കൽ കോപ്പി എടുക്കാൻ വേണ്ടി അതെന്റെ കയ്യിൽ തന്നിരുന്നു, പോലീസുകാർ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഞാനത് എടുത്ത് കാണിക്കുകയും ചെയ്തു എന്നവൻ പറയുമ്പോഴേക്കും ഒരിക്കൽ എന്നോട് ചെരുപ്പൂരി അടിച്ചോളാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ, ഇപ്പൊ ഞാൻ അതാ ചെയ്യേണ്ടത് എന്നവൾ പറയുമ്പോൾ നിധിക്ക് ആശ്വാസമാവെങ്കിൽ അത് ചെയ്തോളൂ എന്നവനും പറയുന്നുണ്ട്. എനിക്കതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നിധിയോട് ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എന്നവൻ പറയുമ്പോഴേക്കും ദയവ് ചെയ്ത് വിശ്വസിക്കാൻ മാത്രം പറയരുത്, നിങ്ങളുടെ ചതിയും ഫ്രോഡും എനിക്ക് നന്നായിട്ട് അറിയാം, വീട്ടിൽ ഞാൻ ഇതൊന്നും പറയില്ലെന്നേ ഉള്ളൂ, നുണയ്ക്ക് മേലെ നുണ പറഞ്ഞ് ചെയ്തതെല്ലാം ശരിയാക്കാമെന്ന് കരുതരുത്, വീട്ടിലുള്ളവർ വിഷമിക്കും എന്നതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും എന്നും പറഞ്ഞ് അവൾ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും നിധി ഒരു മിനിറ്റ്, ഇയാൾക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം, എന്നാലും എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് കേട്ടിട്ട് ഇയാൾ പൊക്കോ എന്നവൻ പറയുമ്പോൾ ഇയാളുടെ ലൈസൻസിന് വീട്ട് അഡ്രസ്സിന്റെ പ്രൂഫ് വേണം, അത് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ലൈസൻസ് കിട്ടും എന്നവൻ പറയുമ്പോൾ ഇനി അതിനിടയിലും എന്തെങ്കിലും ഫ്രോഡ് പണി ഒപ്പിച്ചിട്ടുണ്ടാവും അല്ലേ എന്നവളും ചോദിക്കുന്നുണ്ട്. എന്നവൾ പറയുമ്പോൾ അയ്യോ ഇല്ല, പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം, ലൈസൻസ് ഉടനെ കിട്ടും എന്നും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു പോകുന്നുണ്ട്. പിന്നീട് നിധി ഓഫീസിൽ പോകാൻ റെഡി ആകുമ്പോഴേക്കും നികേഷ് അങ്ങോട്ട് വരുന്നുണ്ട്. ഇന്ന് വൈകിയോ ഏട്ടത്തി എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അതേടാ ഇന്ന് നേരിട്ട് ഒരു സൈറ്റിലേക്കാണ് പോകേണ്ടത്, വൈകിയാലും കുഴപ്പമില്ല എന്ന് അവളും പറയുന്നുണ്ട്. നികേഷ് അപ്പോഴേക്കും ഒരു പോസ്റ്റ്മാൻ്റെ സൗണ്ട് അവർ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്.
നികേഷ് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും കത്താണോ എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും അല്ല സ്പീഡ് പോസ്റ്റാ, ആരാ നിധി എന്നയാൾ ചോദിക്കുന്നുണ്ട്. നികേഷ് ഏട്ടത്തി എന്ന് വിളിക്കുമ്പോഴേക്കും നിധിയും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഒരു സ്പീഡ് പോസ്റ്റ് ഉണ്ട് എന്നയാൾ പറയുമ്പോൾ എനിക്കോ എന്ന് അമ്പരപ്പോടെ നിധിയും ചോദിക്കുന്നുണ്ട്. നിധി സൈൻ ചെയ്യുമ്പോഴേക്കും അയാൾ അതും കൊടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആളില്ലാത്ത മണി ഓർഡർ കണ്ട പോലെയുണ്ട്, ഇതെന്താ ഏട്ടത്തി പൊട്ടിക്ക് എന്ന് അവൻ പറയുമ്പോൾ അവളും അത് പൊട്ടിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും ഹാളിലേക്ക് എത്തുന്നുണ്ട്. അവർ സംസാരിക്കുന്നത് ഒളിഞ്ഞു നോക്കുമ്പോഴേക്കും നിധിയും അതിലേക്ക് നോക്കിക്കൊണ്ട് ആധാർ കാർഡാണല്ലോ എന്ന് നികേഷിനോട് പറയുന്നുണ്ട്. ഏട്ടത്തി അപ്ലൈ ചെയ്തിരുന്നോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ വീട്ടിൽ പോയപ്പോൾ എടുത്തിട്ട് വന്നതല്ലേ എന്ന് നിധി പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാ ഇപ്പൊ ഇത് വന്നേ? നികേഷും അതെടുത്ത് നോക്കിക്കൊണ്ട് ഇവിടുത്തെ അഡ്രസ് ആണല്ലോ, ഏട്ടത്തി അഡ്രസ് മാറ്റിയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അവളും പറയുന്നുണ്ട്. ഏട്ടത്തി മാറ്റാതെ പിന്നെ എങ്ങനെയാ ഇത് വരിക എന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ മാറ്റിയിട്ടില്ലെന്നേ എന്നും പറഞ്ഞ് നിധി പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഹാളിൽ പരിങ്ങലോടെ നിൽക്കുന്ന സുധീഷിനെ കാണുന്നുണ്ട്. സുധീഷ് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും നിധി അവനെ വിളിക്കാണ്. നിങ്ങളാണോ ഇത് ചെയ്തത് എന്ന് അവൾ ചോദിക്കുമ്പോൾ ഒരു പരിങ്ങലോടെ അവനത് സമ്മതിക്കുന്നുണ്ട്. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും നിധി ലൈസൻസ് വേണമെങ്കിൽ ഈ വീട്ടിലെ അഡ്രസ് പ്രൂഫ് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. അതെങ്ങനെ മാറ്റിയേ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതെ, ഈ വീട്ടിലെ പ്രൂഫ് കൊടുക്കാൻ അങ്ങനെ ഒരു തെളിവില്ലല്ലോ എന്ന് അവനും പറയുന്നുണ്ട്. സുധീഷ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും നികേഷും ആധാർ കാർഡ് എടുത്ത് നോക്കി. ഏട്ടത്തി പേര് മാറ്റിയിരിക്കുന്നു, നിധി സുധീഷ് എന്ന്, അഡ്രസ്സിൽ വൈഫ് ഓഫ് സുധീഷ് എന്നും കൊടുത്തിട്ടുണ്ട് എന്ന് അവൻ പറയുമ്പോൾ നിധി അവനെ ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും നിധി ദേഷ്യപ്പെടല്ലേ, ഇയാൾ ഇവിടെയാണെന്നുള്ള അഡ്രസ്സിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടായാലേ ലൈസൻസ് എടുക്കാൻ പറ്റുമെന്ന് തോമസ് ഏട്ടൻ പറഞ്ഞു. അതുകൊണ്ടാണ് മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ച് അഡ്രസ്സ് ഇങ്ങോട്ട് മാറ്റിയേ. നിധി ഇത് ഞാൻ നിധിക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതാ, ലൈസൻസ് കിട്ടിയ ഉടനെ അച്ഛൻ്റെ പേര് മാറ്റിക്കോ എന്നവനും പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് മാസം കൂടി കഴിഞ്ഞാൽ ഡിവോഴ്സ് കിട്ടുമല്ലോ, അത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തിട്ട് അഡ്രസ്സ് മൊത്തം മാറ്റിക്കോ. ഇത് ഞാൻ നിധിക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതാ, അല്ലാതെ ഇങ്ങനെ ചെയ്തിട്ട് എനിക്കെന്താ കാര്യം എന്നവൻ പറയുമ്പോഴേക്കും നിധി ഒന്നും മിണ്ടാതെ അവനെ ഒന്ന് നോക്കി മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. നിധി പോയി കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് നികേഷിനെ നോക്കി ഒന്നിച്ചിരിക്കുന്നത് കണ്ട് കള്ള അപ്പൊ മനഃപൂർവ്വം ചെയ്തതാണല്ലേ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കായിരുന്നു ലൈസൻസിന് എന്തിനാ ഇവിടുത്തെ അഡ്രസ്സ്, ആധാറിലെ അഡ്രസ്സിലല്ലേ ലൈസൻസ് വരിക എന്ന് നികേഷ് പറയുമ്പോഴേക്കും ഇനി നീ ചെന്ന് ഇത് അവളോട് എഴുന്നള്ളിക്കാനൊന്നും നിൽക്കേണ്ട കേട്ടോ, ഇതൊന്ന് ചെയ്തെടുക്കാൻ ഞാൻ എത്ര പണിയെടുത്തെന്ന് അറിയോ, ഇപ്പോൾ അവളുടെ അഡ്രസ്സ് ഇങ്ങോട്ടാക്കിയില്ലേ, പേരും മാറ്റി നിധി സുധീഷ്, ആഹാ എന്ത് ഭംഗിയുള്ള പേരാ, അവൾ വീട്ടിൽ നിന്ന് ആധാർ കാർഡ് എടുത്ത് വന്നപ്പോഴേ ഈ അഡ്രസ്സ് മാറ്റണമെന്ന് ഞാൻ കരുതിയതാ, ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പണി കുറച്ച് എളുപ്പമായി എന്നവൻ പറയുമ്പോഴേക്കും നികേഷ് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് നിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല, നിന്ന നിപ്പില് നിങ്ങൾ ആളെ ഇല്ലാതാക്കി കളയല്ലോ എന്ന് നികേഷ് പറയുമ്പോഴേക്കും ഇനി നീ ചെന്ന് ഇതൊന്നും അവളോട് പറയാൻ നിൽക്കല്ലേ, എല്ലാം നിങ്ങൾക്കും കൂടി വേണ്ടിയാ എന്ന് സുധീഷ് പറയുമ്പോൾ ഞാൻ ഇത് ഏട്ടത്തിയോട് പറയാനൊന്നും പോകുന്നില്ല, എന്നാലും ഇത് കൊണ്ടൊന്നും ഏട്ടത്തിയുടെ മനസ്സിൽ നിങ്ങൾ വരാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് നികേഷ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അത് കേട്ട് സുധീഷ് ആകെ ഒന്ന് ടെൻഷനിലാവുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിലേക്ക് എന്തായാലും ഞാൻ എന്നെ എടുപ്പിക്കും എന്നും ചിന്തിച്ചുകൊണ്ട് ഒരു ചിരിയോടെ അവിടെ നിൽക്കുന്നുണ്ട്. ഓഫീസിലേക്കുള്ള യാത്രയിലും നിധി കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. ഗോപി സാറിനെ കാണാൻ പോയ കാര്യവും സുധീഷ് ബീച്ചിൽ വെച്ച് തന്നോട് സംസാരിച്ച കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ട് ദേഷ്യവും സങ്കടവും കടിച്ചമർത്തിക്കൊണ്ട് നിധി ഓഫീസിലെത്തുമ്പോഴേക്കും ദിവ്യ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിധി നിന്നെ സിദ്ധാർത്ഥ് വിളിക്കുന്നു എന്ന് ദിവ്യ പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് നിധി പോകാൻ ഒരുങ്ങുന്നുണ്ട്. എന്തുപറ്റി, സിദ്ധാർത്ഥ് ആകെ ദേഷ്യത്തിലാണല്ലോ എന്ന് അവൾ പറയുമ്പോൾ എനിക്കറിയില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. നിന്റെ വർക്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ, സാധാരണ അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെ ദേഷ്യപ്പെടാറ് എന്നവൾ പറയുമ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. എന്തായാലും നേരിട്ട് ചെന്ന് ചോദിക്കേ എന്ന് ദിവ്യ പറയുമ്പോൾ കുഴപ്പം വല്ലതാവോ എന്ന് അവളും ചോദിക്കുന്നുണ്ട്. കുഴപ്പം വല്ലതും ആയാലും നേരിട്ടേ പറയൂ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയില്ല, ചെന്ന് ചോദിക്കേ എന്ന് ദിവ്യ പറയുമ്പോഴേക്കും നിധിയും സിദ്ധാർത്ഥിന്റെ ക്യാബിനിലേക്ക് പോകുന്നുണ്ട്. നിധി മേ കമിൻ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് അവനും പറയുന്നുണ്ട്. ദിവ്യ വിളിച്ചെന്ന് പറഞ്ഞു എന്നവൾ പറയുമ്പോൾ നിധിയുടെ അടുത്തൊന്നും ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എന്നവൻ പറയുന്നുണ്ട്. ഞാൻ എന്താ ചെയ്തത് എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇയാൾ ചെയ്ത തെറ്റോ, ഇയാൾ ചെയ്തതൊക്കെ തെറ്റാണ്, ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ബർത്ത്ഡേ കോളം ഫിൽ ചെയ്യാത്തത് തെറ്റല്ലേ, അതുകൊണ്ടല്ലേ ബർത്ത്ഡേ ഞങ്ങൾ അറിയാതിരുന്നത് എന്നവൻ പറയുമ്പോഴേക്കും നിധിയും സംശയത്തോടെ അവനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും സിദ്ധാർത്ഥും ഹേ ഗൈസ് കാം എന്ന് പറയുന്നുണ്ട്. ദിവ്യയും കൂടെ ജോലി ചെയ്യുന്നവരും ഒരു കേക്കുമായി അങ്ങോട്ട് വരികയാണ്. ഹാപ്പി ബർത്ത്ഡേ എന്ന് അവളോടായി പറയുമ്പോൾ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞതാ എന്ന് അവളും പറയുന്നുണ്ട്. അതുകൊണ്ടല്ലേ ബിലേറ്റഡ് ബർത്ത്ഡേ എന്ന് എഴുതിയത്, ഹാപ്പി ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് എന്നവൻ പറഞ്ഞ് അവൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴേക്കും എല്ലാവരും അവൾക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. അടുത്ത വർഷം നമ്മൾ ശരിക്കുള്ള ദിവസം ബർത്ത്ഡേ ആഘോഷിക്കും എന്നവൻ പറയുമ്പോഴേക്കും അതുകൊണ്ടല്ലേ ഞാനും സിദ്ധാർത്ഥും ചേർന്ന് ഇങ്ങനെ ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തത് എന്ന് ദിവ്യയും പറയുന്നുണ്ട്. നിധിയും സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാണ്. പറഞ്ഞ ട്രീറ്റ് തരേണ്ടി വരും എന്ന് കരുതിയാണോ പറയാഞ്ഞേ എന്ന് ദിവ്യ ചോദിക്കുമ്പോൾ ട്രീറ്റ് എന്തായാലും തരും, സാലറി വരട്ടെ എന്ന് നിധിയും പറയുന്നുണ്ട്. ഞാൻ സ്പോൺസർ ചെയ്യണോ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ അത് വേണ്ട, ഞാൻ വാങ്ങിക്കൊടുത്തോളാം എന്ന് നിധിയും പറയാണ്. ശരി, ഇന്നത്തെ ട്രീറ്റ് കമ്പനി വക എന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ എന്തിനാ സിദ്ധാർത്ഥ് എന്റെ പേരിൽ ഇങ്ങനെ എന്ന് അവളും ചോദിക്കുന്നുണ്ട്. നിധിക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ ഇങ്ങനെ ചെറിയ പരിപാടികൾ പതിവാ എന്ന് സിദ്ധാർത്ഥും പറയുന്നുണ്ട്. സിദ്ധാർത്ഥ് മോഹനോടായി എല്ലാവർക്കും വേണ്ട ഫുഡ് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് ഓർഡർ ചെയ്യ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്യ്, പിന്നെ കാണാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കാണ്.
രാത്രിയാവുമ്പോൾ നീതു തന്റെ മുറിയിൽ ചെന്ന് ഫോൺ എടുത്ത് ഹരീഷിനെ വിളിക്കുന്നുണ്ട്. നികേഷിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹരീഷും ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അതും എടുത്ത് സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് നടന്നു വരികയായിരുന്ന നിധിയോടായി നികേഷ് നീതു ലൈൻ വലിച്ചു. ഹരീഷേട്ട ചാർജായി എന്ന് പറയുമ്പോഴേക്കും പൊതുവെ ചിരിക്കാത്ത ഹരീഷ് ചിരിച്ചു കണ്ടല്ലോ, അത് മതി, നീ ഇനി അത് സ്പൈ ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ എന്ന് നികേഷിനോടായി പറയുമ്പോൾ ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് നികേഷും പറയുന്നുണ്ട്. നിധിയും ഒരു ചിരിയോടെ തന്റെ മുറിയിലേക്ക് പോവാണ്. ഹരീഷ് ഫോൺ എടുത്ത് എന്താ വിളിച്ചേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പെട്ടെന്നൊരു കാര്യം തോന്നി, അത് ചോദിക്കാന്ന് കരുതി വിളിച്ചതാ എന്ന് നീതു പറയുമ്പോൾ എന്ത് കാര്യം എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നിന്റെ ഫാമിലി പ്ലാനിങ് ഒക്കെ എങ്ങനെയാ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഫാമിലി പ്ലാനിങ്ങോ എന്ന് അവനും ചോദിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് കുടുംബം, കുട്ടികൾ, ജീവിതം അതൊക്കെയില്ലേ, അതെന്താന്നാ ചോദിച്ചേ എന്നവൾ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല എന്നവനും പറയുന്നുണ്ട്. ഇതുവരെ അങ്ങനെയൊന്നും ഇല്ലാന്ന് എനിക്കറിയാം, പക്ഷേ ഇനി അങ്ങനെ പോരാ, ഇനി അതൊക്കെ മാറണം. ഒരു ലക്ഷ്യം കണ്ടുപിടിച്ച് അതിനുവേണ്ടി ജോലി ചെയ്യണം. സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ കല്യാണത്തിനെ പറ്റി ആലോചിക്കാം. ഒരു 2 വർഷം, അപ്പോഴേക്കും എന്റെ PGയും തീരും എന്ന് നീതു പറയുമ്പോൾ 2 വർഷമോ എന്നവനും ചോദിക്കുന്നുണ്ട്. എന്താ നേരത്തെ വേണോ? എന്തായാലും ഞാൻ റെഡിയാ. ആക്ച്വലി ആണും പെണ്ണും സ്നേഹിച്ച ഒരുമിച്ച് ജീവിച്ചാൽ മതി, കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ സോ കോൾഡ് ആങ്ങളമാർക്ക്, സദാചാര പോലീസുകാർക്ക് കുരു പൊട്ടും. ആദ്യം പൊട്ടുന്നത് എൻ്റെ ആങ്ങളേക്കായിരിക്കും. അതുകൊണ്ട് അവരെ സമാധാനിപ്പിക്കാൻ നമുക്ക് കെട്ടി നടത്താം. കുട്ടികളുടെ കാര്യത്തിൽ എന്താ നിന്റെ അഭിപ്രായം? ഹരീഷും ആകെ നാണത്തോടെ അത് പിന്നെ എന്ന് പറയുന്നുണ്ട്. നിനക്ക് എന്ത് അഭിപ്രായമാണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ അത് വേണ്ടാന്നാ. കുട്ടികളൊക്കെ വലിയ പാടാന്നേ. നമ്മുടെ ഈ ജെൻസി വൈബിലുള്ളവർക്കൊക്കെ കുട്ടി വൈബ് കുറവാ, പകരം പട്ടി വൈബാ നല്ലത് എന്ന് പറയുമ്പോൾ പട്ടി വൈബോ എന്നവനും ചോദിക്കുന്നുണ്ട്. അതെ, പട്ടികളാവുമ്പോൾ നോക്കാനും എളുപ്പാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ കുറെ ബ്രീഡുകളുടെ പേര് പറയുന്നുണ്ട്. ഇതൊക്കെ പട്ടികളാ എന്ന് ഹരീഷ് അതിശയത്തോടെ ചോദിക്കുമ്പോൾ അതെ, ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന പട്ടികളാ. ഇതിനാവുമ്പോൾ ലാളിക്കാം, കൊഞ്ചിക്കാം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം, നോക്കാനും എളുപ്പാ. കുട്ടികളാവുമ്പോൾ വലിയ റിസ്ക്, കൺസീവ് ചെയ്യണം, പിന്നെ 10 മാസം ചുമക്കണം, അത് കഴിഞ്ഞ് പ്രസവം, അതിനിടയിൽ ഈ കൺസൾട്ടേഷൻ, ഛർദി, മാറ്റേണിറ്റി, അത് കഴിഞ്ഞാലോ നൂലുകെട്ട്, ചോറൂണ്, പേരിടയില്, ബർത്ത്ഡേ, ആകെപ്പാടെ ചൊറയാന്നേ. അതുകൊണ്ട് നമുക്ക് കുട്ടി വൈബ് വേണ്ട, പട്ടി വൈബ് മതി. എന്താ നല്ല ഐഡിയ അല്ലേ എന്ന് നീതു പറയുമ്പോൾ ഒരു ചിരിയോടെ നിൽക്കുന്ന ഹരീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കേൾക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി